ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന ക്രീം ബണ്ണ് വളരെ ടേസ്റ്റി ആയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ഇളം ചൂടുള്ള 1 കപ്പ് പാലും 1/2 സ്പൂൺ ഈസ്റ്റും 3 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് 10 മിനിറ്റ് വെക്കാം. 10 മിനിറ്റിന് ശേഷം ഈസ്റ്റൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 1 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കാം. 1 പിഞ്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കല്ലേ, ഈ ഒരു പാല് മതിയാകും. ഇനി ഇതിലേക്ക് 1 സ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിൽ കിട്ടണം. ഇനി ഇത് അടച്ച് വെച്ച് 2 മണിക്കൂർ ചൂടുള്ള സ്ഥലത്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 2 മണിക്കൂറിന് ശേഷം മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം തിളച്ച എണ്ണയിലേക്ക് കുഴിയുള്ള സ്റ്റീൽ തവി ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് വേണം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇത് പെട്ടെന്ന് തന്നെ തവയിൽ നിന്നും വിട്ടുവരും. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് വറുത്ത് കോരിയെടുക്കാൻ. ഇനി ചൂട് മാറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ബട്ടറും കണ്ടൻസ് മിൽക്കും കൂടെ മിക്സ് ചെയ്ത ക്രീം പുരട്ടി കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും ആയിട്ടുള്ള ക്രീം ബൺ തയ്യാറായിട്ടുണ്ട്.